മോളിറങ്ങി. എന്റെ മക്കളെ ചേട്ടാ എന്തി അമ്മച്ചി? അവൻ നിങ്ങളുടെ പുതിയ വീടിന്റെ കാര്യത്തിന് വേണ്ടി പോയേക്കോ? അതൊന്നും ഇപ്പൊ വേണ്ട അമ്മച്ചി, ഞങ്ങളെ സ്ഥലം മാറ്റം ശരിയായി. എങ്ങോട്ട്? എനിക്ക് തിരുവനന്തപുരത്തും ഇവക്ക് മൂവാറ്റുപുഴയ്ക്കും. ഉടനെ തന്നെ ഇവക്ക് തിരുവനന്തപുരത്തോട്ട് കിട്ടും. എന്റെ ഒരു പരിചയക്കാരൻ സെക്രട്ടേറിയറ്റിലുണ്ട്, അവൻ വഴി ശരിയാക്കിയതാ. അപ്പൊ പിള്ളാരോ? അതാ ഒരു പ്രശ്നം, രണ്ടിടത്തായോണ്ടേ. അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാവൂ? അയ്യോ എനിക്ക് എന്നാ ബുദ്ധിമുട്ടാ? ഒറ്റ മാസത്തെ പ്രശ്നമേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇവൾ എന്റെ കൂടെ വരും. അതുവരെ അമ്മച്ചി. അല്ലേലും പിള്ളേർക്ക് അമ്മച്ചിയോട് അടുപ്പം. അത് ഇപ്പോഴാണോ നിങ്ങക്ക് മനസ്സിലായേ? ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. ഷൈനി പെട്ടെന്നാവട്ടെ. പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റിയിലുള്ളവരെ ചോദിച്ചു തുടങ്ങി. എന്ത്? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായില്ലേ, ഇതുവരെ ഒരു കുട്ടി സഖാവാകാറായില്ലേ എന്നാണ് അവരുടെ ചോദ്യം. എന്താ? അല്ല, തീരുമാനമൊക്കെ പ്രസിഡന്റിന്റെ. അതെ, ഇതൊക്കെ അങ്ങ് വീട്ടില്. ഞാനിവളുടെ ഭർത്താവാണ്. ഇത് പഞ്ചായത്ത് ഓഫീസാ. അല്ലെങ്കിൽ തന്നെ നിന്നെ കുറിച്ച് 1000 കംപ്ലൈന്റ്. എന്ത്? സംശയാസ്പദമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ കണ്ടെന്നും പറഞ്ഞു. ശരി, അപ്പോഴൊക്കെ ജോസ് ഉണ്ടാവാറില്ലേ? ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. സംസാരിച്ചോ? എടോ, താനൊന്ന് പുറത്തേക്ക് പോ. മുറി നല്ല പുറത്തിറക്കുള്ളൂ. അല്ല, അയ്യോ, ജോസേട്ടാ ഒച്ച വെക്കാതെ ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. പ്രസിഡന്റ് ഒന്നും പറയണ്ട. ആരോട് ചോദിച്ചിട്ടാ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പറയേ. രാവിലെ മാമച്ചൻ വീട്ടിൽ വന്നായിരുന്നു. അവൻ വന്നൊന്ന് ചിരിച്ചു കാണിച്ചപ്പോ ഇതുവരെ ചെയ്തതെല്ലാം അങ്ങ് മറന്നു. അയ്യോ, അതുകൊണ്ടല്ല, നമ്മുടെ കാർത്തികപുരത്തെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് എന്റെ പേരിലാ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ലെന്ന്. അവനിതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് നന്നാവത്ത്. ഓരോരോ നിയമങ്ങള്. എന്തേ നാണുണ്ടടാ നാറി ഒളിഞ്ഞു നോക്കാൻ? എന്റെ ഭാര്യനെ ഒളിഞ്ഞു നോക്കാൻ എനിക്ക് നാണുണ്ടെന്നാ? ഞാനിനി നോക്കും. എന്തായാലും ഇന്നൊരു ഒളിക്യാമറ ഞാൻ ഫിറ്റ് ചെയ്യും. ഇന്നലെയും കണ്ടടാ. ദുസ്വപ്നായിരിക്കും. അവളെ എവളെ? നമ്മളന്ന് പള്ളിയിലേണ്ട കൊച്ചില്ലേ? നിങ്ങളത് ഇതുവരെ വിട്ടില്ലേ? നമുക്കൊന്ന് ആലോചിച്ചാലോ? തന്നെ ആലോചിച്ചാൽ മതി. ഞാൻ ആലോചിച്ചിട്ട് അവരുടെ വീട്ടുകാരെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആലോചിക്കേണ്ടി വരും. ഇളക്കല്ലേ? ആ കൊച്ചിന് വലിയ പ്രായമൊന്നുമില്ല മാമച്ച. പീഡനത്തിന് അകത്ത് അടക്കേണ്ടി വരും. ഒരു 10-22 വയസ്സൊക്കെ വരും. ഒരു 10-22 വയസ്സൊക്കെ വരും. പറച്ചിൽ കേട്ടാ തോന്നും നിങ്ങൾക്ക് 24 തികഞ്ഞിട്ടില്ല. എന്റെ മാമച്ച ആ സാലി ചേച്ചി കൊണ്ടുവന്ന കേസം കാണാൻ നോക്കിയാ പോരെ? ഡേ, പാട്ടുകാരിയാണെന്നാ പറഞ്ഞേ. രാത്രി പാട്ടൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങാം. പാട്ട് കേൾക്കാനാണ് എനിക്ക് ടേപ്പർ കോഡർ പിടിച്ചാ പോരെ? എന്നാ പറ്റി? അടിപൊളി. പാപ്പന്റെ കാറ്റ് പോയി തോന്നുന്നു. എന്നാ പറ്റി മഞ്ജു? അയ്യോ, കാലെന്ന് മുറിഞ്ഞതാ, കുപ്പിച്ചില് കൊണ്ടതാണെന്നാ തോന്നുന്നു. നോക്കട്ടെ. ഇത് സ്റ്റിച്ചിടേണ്ടി വരും. അതിന് മാത്രമൊന്നുമില്ലെന്നേ. ഇത്തിരി കമ്മ്യൂണിസ്റ്റ് വെച്ച തിരുമ്പി വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് വിളിക്കുന്നത് വല്ല കാര്യമുണ്ടോ? ഇത് സെപ്റ്റിക് ആവുന്നേ. ഷുഗറും പ്രഷറും ഒക്കെ മനുഷ്യനാ അല്ലേ? ഇത് കുപ്പിച്ചില് കൊണ്ടാന്ന് എന്നാ ഉറപ്പ്? വല്ല പാമ്പടിച്ചോ? കടിച്ച് പാമ്പിനെ കിട്ടിയ വിഷവർക്കായിരുന്നു. കിട്ടുവോ? വിളിച്ചു നോക്ക്. അയ്യോ, എന്റെ അമ്മച്ചി ആണെന്നല്ല. ആണെങ്കിലും അല്ലെങ്കിൽ ആയിക്കോടുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഇതേ കാലിൽ എന്റെ അമ്മാവൻ കുപ്പിച്ചിലും കൊണ്ട് അത്താഴം കഴിച്ച് കിടന്ന പിറ്റേന്ന് വൈകിട്ട് അടക്കാൻ. അവസാന നിമിഷം അപ്പനോട് ആരെങ്കിലും വേണ്ടതാ, നീ പോയി വണ്ടി കയറി. അതെ, ഈ ബോഡി അല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കും. മാമച്ച തന്നെ തന്നെ ഉണ്ടാക്കിയാ മതി. മാമച്ച വരണ്ട, ഇത് ഞാൻ പറഞ്ഞോളാം. മാമച്ച പോയി കടിച്ച പാമ്പിനെ കിട്ടും നോക്ക്. ചെല്ല്. ഏത് പാമ്പാന്ന് പറഞ്ഞു? കരിമൂർക്കൻ. മഞ്ജു കയറി. അമ്മച്ചി പോയി ബാക്ക് കയറി മോളെ. അയ്യോ, തൂക്കല്ലേ തൂക്കിയിട്ട് വിഷം കയറും. കെട്ടുന്നത് എന്തിനാ? വിഷം കയറാതിരിക്കാനാണോ? അല്ല, പോലീസ് പിടിക്കാതിരിക്കാനാ. പോലീസിൽ കണ്ട പൊക്കി വെച്ചോണേ. അതെ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ആദ്യം നാരിക്ക് കുറച്ച് ചുമയുടെ മരുന്ന് മേടിച്ചു കൊടുക്കും. അതെ, കുറച്ച് കാശുണ്ടോ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. കൈ മാറ്റമ്മച്ചി മോളെ. കൈ കന്നേ ഓണടിച്ചോണേ. താങ്ക് യു. എന്നാ പറ്റിയതാ? പാപ്പന്റെ കാലൊന്ന് മുറിഞ്ഞു. പാമ്പ് കടിച്ചാന്നാ പാച്ചൻ പറഞ്ഞ. ഈശോ, എന്നാ പാമ്പാ? അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുക. കരിമൂർക്കൻ തന്നെ പാച്ചൻ വൈദ്യര് പറഞ്ഞത്. ഞാൻ അടുക്കളയിലായിപ്പോയി, ഇല്ലെങ്കിൽ ഞാനും കൂടെ പോകാറുന്നു. കട്ടയ്ക്ക് കൂടെ ഒന്നും എന്നെ കൊണ്ടുപോയില്ല. പിന്നെ കട്ടപ്പുറത്തേക്ക് അമ്മച്ചി. ഇത് പിടിച്ചേ. നീ ആക്രാന്ത മുത്ത് ജീപ്പ് പിടിച്ചാ വരുന്നാ മതിയായിരുന്നു. ധൈര്യമായിട്ട് മഞ്ജു.
എന്റെ മോളെ കരയല്ലേ സ്പീഡിലല്ലേ വിടുന്നേ ഫോൺ അടിച്ച് കൈ വിടുക. നീ ഒന്ന് പേടിക്കാതിരിക്കേ. ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ലോ BP യാ. പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഒബ്സർവേഷനിലാണ്. ഏതായാലും കുറച്ചു ദിവസം കൂടെ കിടക്കട്ടെ. ആയിക്കോട്ടെ. നാളെ നമുക്ക് റൂമിലേക്ക് മാറ്റാം. ആ പിന്നെ കൃത്യസമയത്ത് എത്തിച്ചത് നന്നായി. ഏയ് വേണമെങ്കിൽ ഒരു TT എടുത്തോളാൻ പറഞ്ഞു. TT നല്ലതാ. മാമച്ചൻ പറഞ്ഞ കറക്റ്റാ. ഇയാൾക്ക് ചുമയുടെ മരുന്ന് തന്നെയാ വേണ്ടേ. ചേട്ടാ ഇതെടുത്ത് ഇങ്ങോട്ട് പോയി കേട്ടോ. മാമച്ചന് കളി അറിയോ? കേട്ടോ കേട്ടോ ചെക്കായില്ലേ? അതാ ഇയാളോ? ആ പാമ്പ് വേലായുധം വന്നോ? നിനക്കെന്നാടാ അന്ന് പ്രാന്തായിരുന്നോ? എന്നല്ല നീ കാണിച്ചു കൂട്ടിയത്? ഒന്ന് പോ മാമച്ച, ചുമ്മാ. ഞാനൊന്നും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കണ്ട. മാമച്ചൻ എന്താ ഉദ്ദേശിച്ചേ? മഞ്ജുവിന്റെ പെങ്ങളാന്നറിയാവോ? റോസാപ്പൂനൊക്കെ എന്നാ വിലയാന്നറിയാവോ? അറിയാം. എന്നിട്ട് എന്റെ പൂ പറിച്ചിട്ടാണോടാ നിന്റെ പൂ വിരിയിക്കുന്നേ? എന്റെ പൊന്നു മാമച്ച ക്ഷമിക്കണം. കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. കൂടെ നിൽക്കാം, പക്ഷെ നിന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടല്ലോ. പിന്നെ ആ പാപ്പനിട്ടൊരു പണി കൊടുക്കാലെന്ന് വിചാരിച്ചിട്ടാ. എന്റെ അപ്പന്റെ കുറെ സ്വത്ത് അവളുടെ അപ്പന്റെ കയ്യിലുണ്ട്. നീ ആ വീട്ടിൽ കയറി കൂടെ പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനമാവുമല്ലോ. അക്കാര്യം ഞാൻ ഏറ്റു. മാമച്ചൻ എന്റെ കൂടെ നിന്നാ മതി. എന്നാ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. അതിന്റെടാ വാ പറയാം. നമുക്ക് നാളെ ഒരു പെണ്ണ് കാണാൻ പോയാലോ? പെണ്ണ് കാണാനോ? നാട്ടിൽ നിന്നൊരു പാർട്ടി പുതുതായി താമസം മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ, ആളൊരു ചെറ്റിയ. പക്ഷെ ആൾക്കൊരു മോളുണ്ട്, ഡൽഹിയിൽ നേഴ്സാ. എനിക്ക് ആ പള്ളിയിൽ നിന്ന് കണ്ട പെണ്ണിനെ ആയിരുന്നു താല്പര്യം. നമുക്ക് ആലോചിക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് കണ്ടാ കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ പെണ്ണിനെ തന്നെ ആയിരുന്നു താല്പര്യം. എന്റെ മാമച്ചൻ ഞാൻ ബ്രോക്കറാന്നും പറഞ്ഞ അവളുടെ അപ്പനെ വിളിച്ചു. പുള്ളി 100 നിൽക്കുക. ഞാൻ മാമച്ചന്റെ പ്രായമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഏതായാലും നാളെ അവിടെ വരെ ചെല്ലാം. എന്നാലും ഈ നേഴ്സ് എന്നൊക്കെ പറയുമ്പോ തുടങ്ങി. ആദ്യം ഒന്ന് പോയി കാണ്, ബാക്കിയൊക്കെ പിന്നല്ലേ. അല്ലേലും മാമച്ചന്റെ പ്രായത്തിന് നേഴ്സാ ബെസ്റ്റ്. ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഷുഗർ, പ്രഷർ, എന്തൊക്കെ രോഗങ്ങൾ വരാൻ കിടക്കുന്നു. എന്റെ മാമച്ച വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണം. അതും ശരി. എനിക്ക് പറ്റുന്ന ഫാമിലി ആണോടാ? തന്ന ചെറ്റിയാന്ന് പറഞ്ഞല്ലേ. പയ്യൻ എന്നാ പണി? പണിയായിട്ടൊന്നുമില്ല, ഇച്ചിരി സ്ഥലമുണ്ട്, കുറച്ച് രാഷ്ട്രീയവും. അത് കൊള്ളാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞ പോലെ അയാളെ കണ്ടില്ലല്ലോ. അത്യാവശ്യം സ്ഥലം വരെ പോകുന്നോണ്ട് അങ്ങേര് വന്നില്ല. ഓ, പെണ്ണ് വരുന്നുണ്ട്. നാട്ടിലെവിടെയാന്നാ പറഞ്ഞേ? നാട്ടില് ഒരു മിനിറ്റ്, ആരാണാവോ? എങ്ങനെയുണ്ട്? നീ പാച്ചിലല്ലടാ, പുണ്യാളച്ചനാണ്. ഇതെന്നാ നേരത്തെ പറയാഞ്ഞേ? ഇതൊക്കെ പാച്ചന്റെ ഒരു നമ്പറല്ലേ. മാമച്ചൻ മനസ്സിൽ കാണുമ്പോ പാച്ചനെങ്കിൽ മരത്തെ കാണും. ഇനി ഇതൊക്കെ കാണാൻ കിടക്കണു. വരുന്നുണ്ട് വരുന്നുണ്ട്. ചായ കുടിച്ചില്ലയോ? ഞങ്ങള് കാഞ്ഞിരപ്പള്ളിക്കാരാ. കാഞ്ഞിരപ്പള്ളിയിൽ എവിടാ? അവിടെ 26 പറയും. ആണോ? ഞങ്ങൾ 26. ആഹാ, അവിടെ ഈ പകലോ പറ്റാത്ത ചെറിയാമാഷ് എന്ന് പറഞ്ഞ എല്ലാവരും അറിയും. എന്റെ അപ്പനായിട്ട് വരും. മാമച്ചനല്ലേടാ നീ? അതെ. എങ്ങനെ അറിയാം? 26 നിങ്ങളുടെ മേപ്പര താമസിച്ചിരുന്ന ആ കുന്നേര അവരയുടെ മകൻ വറീദിന് ഓർമ്മയുണ്ടോ? പിന്നെ അവനിട്ട് പണ്ട് ഞാൻ ഭരിക്കിയതല്ലേ. അവനിപ്പോ അവിടെ ഉണ്ട്. അതിരിക്കട്ടെ,
അന്ന് നിന്റെ കൂടെ സ്കൂളിൽ വന്നോണ്ടിരുന്ന ഒരു മോളിക്കുട്ടിയെ നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ മോളിക്കുട്ടി പറഞ്ഞിട്ടല്ലേ അവരുടെ ഞാൻ പെരുക്കിയത്. അതൊക്കെയായിരുന്നു കാലം. ഓ വായനൊക്കെ അവിടെ തന്നെ നിപ്പുണ്ട്. നോക്കണ്ട നോക്കണ്ട, വാ വാ. മോളിക്കുട്ടിയെ ഐ ലവ് യു. അവന്റെ അപ്പനെ വിളി, അപ്പനെ വിളി. അത് വേണോ? എന്നാ പോടെ പട്ടിന്നെങ്കിലും വിളിക്ക്. പോടെ പട്ടി. പട്ടിന്നോ? അവിടെ നിൽക്കണോ? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. മാമച്ച വേണ്ട, മാമച്ച വീട് മാമച്ച. എന്നാ പല്ലുവനെയാന്നോ? പല്ലുവനെയാന്നോ? മോളിക്കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ടോ എന്തോ? മലബാറിലോട്ട് പോകുന്ന പിന്നെ ഒരു വിവരമില്ല. ഇവിടെ തന്നെ ഉണ്ട്, എന്റെ ഭാര്യ. അത് ശരി. അപ്പൊ ഈ വറീത് ഞാൻ തന്നെയാ. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. പെൺകുട്ടിയോട് എന്തെങ്കിലും എന്താടാ? ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. ഇനി കൂടുതൽ വരവും പോക്കൊന്നും വേണ്ട. ചാച്ചനൊരു തീയതി അങ്ങ് തീരുമാനിച്ചാ മതി. ചാച്ചനോ? ഈ കെട്ടാൻ പോകുന്ന കൊച്ചിന്റെ അപ്പനെ ചാച്ചാന്നല്ലേ വിളിക്കുക. ഓഹോ, അപ്പൊ നീയാണോ കെട്ടാൻ പോകുന്നേ? എഴുന്നേക്കടാ. നാണുണ്ടോടാ നിനക്ക്? മോടെ പ്രായമുള്ള ഒരു കൊച്ചിന് കല്യാണം ആലോചിച്ചിട്ട് വന്നിരിക്കും. കല്യാണല്ലേ ആലോചിച്ചുള്ളൂ. കൊച്ചിന്റെ ഭാവി ഓർത്തെങ്കിൽ ഇറങ്ങാനേ പറഞ്ഞു. നിന്നോട് ഇനി വേറെ പറയണം. ജിലേബി മാത്രം എടുത്തുള്ളൂ. പൊട്ട അച്ഛപ്പ അയാൾ എടുത്തെറിഞ്ഞില്ല. കാഴ്ച കാണുകടി. കേറി പൊടിയാത്ത്. അമ്മയാളെ കൊള്ളാലോ. ഒന്ന് പൊടി. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. പിന്നെ ഞാനിന്ന് അയ്യോ മാമച്ച പെണ്ണ് കിട്ടാതെ മതം പൊട്ടിയിരിക്കേ. വാ പോര്. വിളിച്ചാ നന്നായി. ഇല്ലേ നാറിപ്പോയ. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു പോവും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. അപ്പം മരിച്ച പിന്നെ അമ്മയെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചിരിച്ചു കാണുന്നേ. ടെൻഷനായ പിന്നല്ലാതെ. കാണാം മാമച്ച, അവളെ കിട്ടിയില്ലെങ്കിൽ അവളെ അമ്മയെ കിട്ടും നമ്മള്. അമ്മയെ നീ കെട്ടിയാ മതി. ഞാനോ? അവളെ ഒന്ന് കാണാൻ തന്നെ ഒരു വഴി. അന്ന് നമ്മൾ അവളെ പെണ്ണ് കാണാൻ പോയ വഴിയില്ലേ? ആ ഒറ്റ വഴിയുള്ളൂ. എടാ ഒന്ന് സംസാരിക്കാൻ അതിന് വഴിയുണ്ട്. നേരത്തെ പറഞ്ഞ വഴിയാന്നോ? അവള് ദിവസം പള്ളിയിൽ പോകും. പള്ളിയിൽ പോയാൽ അവളെ കാണാം. പള്ളി പോക്കൊരു മെനക്കെട്ട പണിയാണ്. പക്ഷെ അവളെ കാണാലോന്ന് ഓർക്കുമ്പോ